ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാണ്. കമ്പനിക്ക് എന്താണ് നല്ല ചൂടുണ്ട്. ഇനി കുറച്ച് ഓടണം. ഇച്ചിരി ഒന്ന് തുറന്നിട്ടാലോ? പീസ കേട്ടാ എനിക്ക് ഇവിടെ ഉള്ളത്. എനിക്ക് അവിടെ വീണതല്ലേ? ഇത് പണ്ടെങ്ങാനും വാങ്ങിയതോ? എല്ലായിടത്തും. ഓ യെസ്. പൊക്കോ ബാക്കിൽ വരാം. ബാക്കി എല്ലാവരും മുമ്പ് പോയി. പെട്ടെന്ന് വഴി മനസ്സിലായില്ല. കോമഡി ആയിരുന്നു. എല്ലാ ജംഗ്ഷനിലും ചോദിച്ചു പോയിരുന്നു പൊള്ളാച്ചിയിലോട്ടുള്ള റൂട്ട് ചെയ്താ ചേട്ടാന്ന് വെച്ചിട്ട്. പക്ഷേ ആ പുള്ളിക്കാരനറിയാം. അപ്പോൾ മൂപ്പര ബാക്കിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഒഫീഷ്യലി വി ആർ ഇൻസൈഡ് തമിഴ്നാട്. ഈ സാധനം അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. അതെ. ഇനി ഇങ്ങ ഇരുന്ന് തമിഴിൽ മട്ടുംതാൻ ആ പേസുവേ അത് സത്യോ അത് സത്യോ അത് സത്യോ. പൊള്ളാച്ചി ഇനി വരും 18-19 കിലോമീറ്റർ എന്തോ ഉള്ളൂ ബാക്കി. അപ്പം വി ആർ ക്ലോസ്. വീടുകളൊക്കെ ഒക്കെ ഫുള്ള് നാടൻ മൂടാണ്. പൗലോസാണുള്ളത്. പൗലോസ് തമിഴ്നാട് പൗലോസ് സീനാണോ? ഇല്ലല്ല, പുള്ളിക്കാരൻ ചില്ലിങ് അവിടെ. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഫ്രീക്കിംഗ് ഹൈവേസ്, ഫുൾ ഡ്രൈ ഹോട്ട് ഫക്കിംഗ് ഹൈവേസ്. ഈ ഹൈവേസ് അത്ര രസമുള്ള കാര്യമല്ല ഓടിക്കാൻ. എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു 110 കിലോമീറ്റേഴ്സ് മോർ ഉണ്ടാവും ഇനി മൂന്നാറിലോട്ട്. എ മച്ച് നീഡഡ് റൈഡ് മാൻ. നാളെ സെറ്റാക്കാം. എങ്ങോട്ടാ? അങ്ങോട്ടേക്കാണോ? സമയം 11:22. ആ മുമ്പ് പോണത് നമ്മളെ ബാക്കപ്പ് കാറാണ്, ബെൻസ്. അതെ, ഞങ്ങളങ്ങനെ ലക്ഷറി സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ എവിടെയാ? പൊള്ളാച്ചി. പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 114 കിലോമീറ്റർ മൂന്നാറിലോട്ട്. ഇവരെന്താ നിർത്തി? ഈ വഴിയാണെന്നാണ് മറ്റേ മൂപ്പര് പറഞ്ഞത്. മറ്റേ മൂപ്പര് പറഞ്ഞ് നേരെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരാൾ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വെറുതെ നിർത്തിയിട്ടുമ്പം നല്ല വെയിലടിച്ച് ചൂടെടുക്കും. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് റൺ ചെയ്യാലോ എന്ന് വിചാരിച്ചത്. ടൂ മച്ച് വെഹിക്കിൾ നോക്കിയോ, ഒരുപാടുണ്ട്. ഗ്ലാസ്സിൽ കാണുന്നുണ്ടാവും, പക്ഷേ എൻ്റെ പൊന്നോ 350 is ruling the highway bro. കൂടെ 2 500 പറഞ്ഞില്ല എന്ന് വേണ്ട. വൈഡ് ഓപ്പൺ റോഡ്. പക്ഷേ അമ്മച്ചിയും അപ്പന്മാരും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. പക്ഷേ റോഡ് പരന്ന് നിരന്ന് അവിടെയുള്ള വണ്ടിക്ക് കാണാം, അത്രയും ഓപ്പൺ. ഹൈവേന്നൊരു ബ്യൂട്ടിഫുൾ വിൻഡ് ടർബൈൻ വ്യൂ. കറൻ്റ്ലി കാത്താടി പാട്ട് കിട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമിലാണ് കാത്താടി വന്നത്. അയ്യോ, ഹാൻഡിൽ ബാർ വൈബ്രേറ്റ് ആയി. ഒരു പൊട്ടിക്ക് കുറച്ചുകൂടെ സ്പീഡ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ തിരിച്ചറിഞ്ഞേ. ആഹ്ലാദം അട്ടഹസിച്ച് തീർക്കാനുള്ളതാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അട്ടഹസിച്ച ആൾക്കാർ പ്രാന്തെന്ന് വിചാരിക്കും. ഏതോ ഗെയിമിൻ്റെ പബ്ജിയിലൊക്കെ കയറിയിരിക്കണായിരുന്നു ഇഷ്ടം. അവിടെ ടോള് പണി നടന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇതങ്ങോട്ടോ പഴനിയാണോ? ഈശ്വര, പഴനി എത്തുന്നത് 88 കിലോമീറ്റേഴ്സ് ടു മൂന്നാർ. ഇപ്പോൾ കറൻ്റ്ലി എല്ലാവരും ഒരുമിച്ചുണ്ട്. ഇതുപോലെ എല്ലാ സമയത്തും ഉണ്ടാവും എനിക്കറിയില്ല. നമ്മൾ തമിഴ്നാട് കയറി തൊട്ട് നെറുവിൽ വെച്ച് ഇറങ്ങിപ്പോയി നേരെ മൂന്നാറിലോട്ട്. ഇപ്പോൾ എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയായിരിക്കില്ല. പക്ഷേ മൂന്നാറിൽ നല്ല ക്ലൈമറ്റ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോകണം. മൂപ്പര് ഫുള്ള് 300R ജെറിക്കാനും റൈനോക്സിൻ്റെ ബാഗും ബാക്കിൽ ടോപ്പ് ബോക്സും ഫുള്ള് ടൂറിങ് സെറ്റപ്പ് ആക്കി. മരത്തിൻ്റെ ചോലയിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് പാടങ്ങളും, പാടം എന്നല്ല, എന്താ മറ്റേ അടക്കമില്ലേ, അടക്ക, ആ സാധനമാണ് കംപ്ലീറ്റ് സൈഡിൽ. ഇപ്പുറത്ത് എന്തൊക്കെയോ ഒരുപാട് കൃഷികളുണ്ട്. പൊള്ളാച്ചി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ മൂന്നാർ റോഡിലേക്ക് അടിപൊളി വ്യൂ. പൊളി. അയ്യോ ആണ്ടോ,
ഇത് വിറച്ചണ്ടോ, ഇതിങ്ങനെ കിടന്ന് അടി പട്ടച്ചോനെ. ഇത് സീനാ, മറ്റേ CV പോലെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ആദ്യം അടി ഞാൻ തറയിൽ കിടക്കും. ചെക്കൻ നമ്മളെ സബ്സ്ക്രൈബ് അല്ല സാറപ്പക്ക ഫോളോവറാണ് ഇൻസ്റ്റയിൽ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. മറ്റേ നമ്മളെ പുതിയ RS എടുത്താണ്. RS കൊണ്ട് അവൻ ഇത്രയും ദൂരം വരണമെങ്കിൽ അവൻ്റെ നാട്ടിൽ ഞാൻ സമ്മതിച്ചു. ഹാൻഡിൽ ബാർ ഓപ്പൺ ചെയ്ത് ഞാൻ മറന്നു. ഞാൻ ഇങ്ങനെ നമ്മൾ അരുണുല്ലാസിന്റെ ഡയലോഗ് പറഞ്ഞ പൊളിമൂട് അമ്പാടി. ഞാൻ പറഞ്ഞല്ലോ വെയിൽ അങ്ങ് പോയിരുന്നേൽ മുട്ടേഷ് ആയന മുട്ടേഷ്. പക്ഷെ നമ്മള് ട്രാവൽ ചെയ്ത് അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അധികം ബ്രേക്ക് നമ്മളെടുത്ത് 40 കിലോമീറ്റർ നോക്കിയിട്ടാ. എനിക്കറിയില്ല, എന്താ അറിയില്ല, അധികം ലെങ്ത് ആയിട്ട് തോന്നിയിട്ടില്ല. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. എലിഫാന്റ് സോൺ. അല്ലാ, ആനയൊക്കെയുള്ള സ്ഥലമാണോ? ഹേയ് പ്രഭു, നല്ല വോബ്ലിംഗ് ആണല്ലോ. അതൊന്നും മാറ്റിക്കാലട്ടോ. ഞാൻ ഹായ് നല്ല വ്യൂ ചെറിയ റോഡാ സ്റ്റാ. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ വണ്ടി പോകണമെന്ന്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട്. പൊളിക്ക് ഓൺ യൂട്യൂബ്. ഞാൻ കണ്ടിട്ടുണ്ട്. മൂപ്പറതാ വണ്ടി, ഞാൻ ഇരുന്ന വണ്ടി പുള്ളിക്കാരന് കൊടുത്തു. ഇവിടെ ഞാൻ എങ്ങനെ എൻ്റെ ഗോപ്രോ ഓഫ് ആക്കാം? പൊള്ളാച്ചി റൂട്ട് വഴി വരാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റോഡ്. ആക്ച്വലി ഉച്ച കുറച്ച് വെയിലാണ്. മഴക്കാലത്ത് അങ്ങനത്തെ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ പീക്കൊക്കെ എമ്മ സീന കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൻ്റെ അത് സൂം ചെയ്ത് നോക്കുമ്പം, ലൈക്ക് സാറ്റലൈറ്റ് മോഡ് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണൂലേ, അതുപോലെയാണ് ആ സൈഡിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നോക്കി ഞാൻ തറയിൽ കിടക്കും, വണ്ടി ഇരുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് സൂം ചെയ്യുമ്പോൾ മറ്റേ ഫുള്ള് പച്ച മാത്രമല്ലേ കാണൂ. അത് ലിറ്ററലി എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഏതാ വൈബ് സ്ഥലം ഇഷ്ടാ. ആ വ്യൂ ആക്ച്വലി ഞാൻ ആ കേവുന്ന കണ്ട, മേലത്തെ കേവുന്ന് അടിപൊളിയായിരുന്നു. ഹലോ, കാട്ടിലോട്ടാ ബ്രോ പോണേ. എത്തി. അങ്ങനെ അതിമനോഹരമായ സൗന്ദര്യം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. മൂന്നാർ 59 കിലോമീറ്റർ കയറി. അപ്പം തന്നെ അണ്ണ കുറച്ച് തരുമോ? അടിയിൽ ഫുള്ള് പാറക്കെട്ട് ഒഴുക്കടാ. മറ്റേ ജയിലറിൻ്റെ ഫൈനലില്ലേ, ആ സീനാണല്ലോ അല്ലേ വ്യൂ. കരിമുട്ടി എന്ന സ്ഥലത്തിൻ്റെ പേരും തോന്നുന്നു. ഇനി മൊറയൂർ എന്ന് കണ്ടിട്ട്, മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫുഡ് അടി. അപ്പം നേരെ അങ്ങോട്ട് പോവാം. സെറ്റ് വ്യൂ മൂടാട്ടോ. എൻ്റെ മോനെ, ഞാൻ ബാക്കിലിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തറയിൽ കിടക്കും. അതോ? പക്ഷെ അവിടെ നിന്ന് നമുക്ക് ആ ഓരോ ചായ കുടിച്ചു നോക്കാൻ ഇവിടൊക്കെ ഒരു ചെറിയൊരു വീടെടുക്കണല്ലേ, ചെറിയൊരു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, കാപ്പിത്തോട്ടം നോക്കി. എൻ്റെ പൊന്നു ബ്രോ, വലത്തോട്ട് നോക്കിയാലും കാപ്പിത്തോട്ടം, ഇടത്തോട്ട് നോക്കിയാലും കാപ്പിത്തോട്ടം. ഇപ്പോൾ ആ കാപ്പിത്തോട്ടത്ത് പോയേനെ. നീലക്കുരിഞ്ഞ് പൂത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ മക്കളെ? അതാണ് ആ സാധനം. എൻ്റെ മോനെ ഫ്രെയിമിൻ്റെ ഭംഗി തന്നെ മാറിയില്ലേ. അപ്പം ഇനിയൊരു 20 കിലോമീറ്റർ കൂടെ ബാക്കി നമ്മൾ എക്സാക്ട്ലി മൂന്നാറിലേക്ക് എത്താൻ. ശരി, നിങ്ങൾ ഉറക്കിൻ്റെ ആളല്ലേ? അന്ന് പറഞ്ഞ സ്വർഗം എന്താ മോനെ.
ലൈക്ക് സ്വതവേ നമ്മൾ വയനാട്ടിൽ നിന്നും ഇതിൽ കൂടിയൊക്കെ പോകുന്ന സമയത്ത് ഒരു ഓക്കെ മൂടാണ്. പക്ഷേ ലുക്ക് അറ്റ് ദിസ് ബ്രോ. ലൈക്ക് ഇത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നൊരു വഴി പോലെയാണ്. കാഴ്ചകളും റോഡും ആക്ച്വലി ഇപ്പോൾ വെയിലടിക്കുന്നുണ്ടെങ്കിലും മേത്ത് കൂടെ ഇങ്ങനെ തണുത്ത കാറ്റടിച്ച് പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ എക്സ്പ്രസ് എടുത്ത് ഇങ്ങോട്ട് വരണം. ഇനി വേറൊരു ബാറ്ററിയുടെ മാത്രം ബാക്കി. അപ്പം ഇനി 2 കിലോമീറ്ററോടെ മൂന്നാറിലോട്ട്. അപ്പം അതിന് മുന്നേ ഇവിടെ ഒരു കൊച്ചു സ്റ്റോപ്പ്. എൻ്റെ മോനെ എന്ത് പീസ്ഫുള്ളസ്റ്റാണ്. ഇവിടെ തണുത്ത കാറ്റുണ്ട്. ഉറങ്ങാൻ തോന്നുന്നു. ആ കല്ലിൻ്റെ മേലെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എല്ലാം അപ്പം മുള്ളാൻ നിൽക്കുകയാണ് എല്ലാം. ഓക്കെ, അവിടെ എത്തിയിട്ട് ഗോപ്രോൻ്റെ ബാറ്ററി ചാർജിലിടണം, എന്നിട്ട് റെക്കോർഡ് ചെയ്യാം. അല്ലാതെ ഒരു പരിപാടിയില്ല. ഇനി ഫുൾ ചാർജ് ചെയ്യണം. പ്രഭു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. അത് മാത്രം എടുത്താൽ എടുക്കണമെന്നില്ല. ടെസ്റ്റഡ് വണ്ടി എനിക്ക് ആവശ്യമില്ല. ആ That's all it took for a nigga like you to hate. No, we don't do back and forth, we can't do debate. Niggas be sliding, we might just force you to skate. Like when I'm down, but they hate when I'm doing great. Run up on gang, you get left, use move snake. Hop on a jet, then I fly to a new state. Niggas can't keep up with me, cause I'm doing great. I just wanna chill, I might take a sip. So shorty, be careful, don't spill on my drip. Bro, look at that. ഇത് കാണുമായിരിക്കില്ല. കാണും. ഞാൻ ഈ ഏരിയയിലോട്ട് വന്നില്ല. ഞാൻ ഈ മാസം വേറെ വരാൻ വിചാരിച്ചു. അപ്പോൾ അത് റൈഡ് ഇട്ട് ആണല്ലേ. എനിക്ക് എൻ്റെ വണ്ടി എടുത്ത് വരണം. അമ്മോ, ഇത് വീഴാണോ? അതിൻ്റെ അടിയിലാണ് റിസോർട്ടിൻ്റെ വഴി. പൊളി. ആയൂർ കൗണ്ടി. ഇവിടെ ചാമ്പാനോ? ശരിക്കോ? ബാക്കോട്ടാക്കിയ ഉരുട്ടിയാൽ മതി. ഞാൻ നടന്നു പോവാം, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ശിങ്കാരിമേള എത്ര കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട്? ഒരു 300 സംതിങ് ഉണ്ടാവില്ലേ? 323 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞങ്ങൾ We got the strap in the spot, so it's lit. Stay moving, tech can't get left on my dick.